പ്രശ്നം പറ്റി പച്ചക്കറിക്കാര് ഇത്ര പെട്ടെന്ന് വന്നു. ഞാനല്ലേ വീഡിയോ എടുക്കാൻ പോയപ്പോ തന്നെ കറക്റ്റ് ആയിട്ട് അയാൾക്ക് ഭയങ്കര ഉച്ചേന്റെ അത്ര കൊച്ചേന്ന് ഇഷ്ടമല്ല. ഇപ്പൊ ഞങ്ങൾ മേടിക്കാറില്ല കേട്ടോ ഗൈസ്. ഇന്ന് ഞാനല്ലേ നോമ്പ് എടുത്തേക്കണേ. അത് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പൊ ഇത്രയൊക്കെ ഒരു നോമ്പാണ്. ഡാഡിമാർക്ക് മാത്രമുള്ള ഒരു നോമ്പാണ് കേട്ടോ ഗൈസ്. അതാണ് ഞാനും എടുത്ത നോമ്പ്. പിന്നെ നിങ്ങളുടെ മമ്മിമാരില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? എൻ്റെ മമ്മിമാരില്ലേ എന്താ ചെയ്യാറുണ്ട്. ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണത്? 5 കാര്യങ്ങൾ ചെയ്യും ഇഷ്ടമല്ലാത്തത്. ഏതൊക്കെയെന്ന് പറയട്ടെ. ഫസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് ഇടിപ്പിക്കും. പിന്നെ ഷൂ ഇഷ്ടമല്ലാത്തതായിരിക്കും. പിന്നെ ബ്ലഷും ലിപ്സ്റ്റിക്കും. ബ്ലഷ് ഇടിപ്പിക്കൂല, ലിപ്സ്റ്റിക്ക് ഇടിപ്പിക്കില്ല. പിന്നെ എൻ്റെ മമ്മ മരിച്ച സ്വർണ്ണ മുതിര ഉമ്മിയാണ് എടുത്തിടണത്. എനിക്ക് ഇടാൻ തരൂല. ദേ ഇപ്പൊ ഇടുന്ന മുതിര നോക്കിയ ഉമ്മിയുടെ മുതിര. എന്റെ കഷ്ടപ്പാടേ. ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കണം? ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുള്ളൂ, അല്ല നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കില്ല. എനിക്ക് ഇഷ്ടമുള്ളൊന്നും ചെയ്യിപ്പിക്കൂല. മനുഷ്യനിപ്പോ എണീച്ചപ്പോ തന്നെയല്ലേ എണ്ണേക്ക് ഇങ്ങനെ പറഞ്ഞ് മനുഷ്യനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണേനെ. എന്റെ മുടി നോക്കി പ്രാന്തിച്ചിനെ പൊളിച്ചിക്കണ്ടേ എന്താ? എണ്ണ എന്തേക്കും. പിന്നെ പപ്പേന്റെ ഒക്കെ അവിടെ പോകുമ്പോ ഒരു കാച്ചി എണ്ണ എന്തേക്കും. അവിടെ എണ്ണ ഉണ്ടാക്കാറുണ്ട്. ഇതാണ് കുറച്ചും കൂടുതൽ തേക്കണത് ഗൈസ്. കുറച്ചധികം തേക്കും ഞാൻ. അതിൽ പിന്നെ എടുക്കണ്ടേ. അത് കാരണം ഞാൻ കുറച്ചധികം തേക്കാറുണ്ട്. നിങ്ങളുടെ വിചാരമല്ലേ കുട്ടികളുടെ ജീവിതം നല്ല അടിപൊളി എൻജോയ് ചെയ്ത് ഇരിക്കണേന്ന്? അത്രക്ക് നല്ല ജീവിതം അല്ല ഗൈസ്. ഞാൻ വീട്ടിൽ ഇരുന്ന് ബോറടിക്കും. ഓത്തിന് പോവും കരാട്ടക്കും അങ്ങനെയാണ്. ഓത്തിനാണെങ്കിൽ വരുമ്പോൾ വിളിക്കുമ്പോ 9 മണി എന്ന് പറഞ്ഞാൽ 10 മണി, 10 മണി എന്ന് പറഞ്ഞാൽ 9 മണി, അങ്ങനെ മാറിയാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഓത്തൂല് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങി നിൽക്കും വെയിറ്റ് ചെയ്തോണ്ട്. വരൂല, കുറെ നേരം അവിടെ ഇരിക്കും. പിന്നെ ഞാൻ പച്ചക്കറി വിരിക്കണ അന്ന പോലെ അവിടെ ഇരിക്കും, ഇങ്ങനെ ബാഗും പിടിച്ചോണ്ട്. മനുഷ്യന്റെ ഒരു കഷ്ടപ്പാടേ. ഞാൻ പറയാൻ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവണ്ട. ഞാൻ വലുത് എന്നിട്ടല്ലേ ഞാൻ ഉമ്മ വരുമ്പോ സ്കൂട്ടറിന് വരുമല്ലോ. അപ്പൊ ഇങ്ങനെ നോക്കിക്കോ ഞാൻ. ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല. ഒന്നും പ്രതീക്ഷിക്കണ്ട, ഞാൻ ഒന്നും എടുക്കണില്ല. ദേഷ്യത്തിലാണ് കേട്ടോ. അത് കാരണം അധികം വീഡിയോ ഒന്നും വരില്ല. ചിലപ്പോ തല്ലുപിടിക്കുന്ന വീഡിയോ വരുമായിരിക്കും. ഉമ്മ ഇന്നല്ലോന്ന് ഓഫീസിൽ പോയി തുടങ്ങിയാൽ എനിക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ഗൈസ്. അല്ലാണ്ട് എന്റെ ജീവിതം മുന്നിലോട്ട് പോകൂല.